എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാം. ആകെ 2 ക്വാളിഫിക്കേഷനേ നിങ്ങൾക്ക് വേണ്ടതുള്ളൂ. ഒന്ന്, നിങ്ങൾക്കൊരു സ്റ്റോറി പറയാൻ, ഒരു കഥ പോലെ കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ് വേണം. 2, ഇന്റർനെറ്റ് ഉപയോഗിക്കാനും അതിനുള്ളൊരു സൗകര്യവും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമുക്കത് തീർച്ചയായിട്ടും ഇന്റർനെറ്റിലൂടെ സെല് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ എൻ്റെ ക്ലബിൽ ചേരുന്ന എല്ലാവരെയും അവരുടെ ബിസിനസ്സിനെ, അവരിപ്പം പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ തുടങ്ങിയവരായിക്കോട്ടെ, പ്രത്യേകിച്ച് റീച്ച് ഇല്ലാത്ത, അതായത് ഒന്ന് വളരാൻ ആഗ്രഹിക്കുന്ന, പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ യുമാട്ടി ക്ലബിലൂടെ അവരെ പൂർണ്ണമായിട്ട് സഹായിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ചിറകുകൾക്ക്, നിങ്ങൾക്ക് ഓൾറെഡി ചിറകുകളുണ്ട്, പക്ഷെ അതിന് ഉയർന്നു പറക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിനൊരു പവർ വന്നിട്ടില്ല, ആ പവർ തരാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് എനിക്കത് പറഞ്ഞുതരാൻ സാധിക്കും. കാരണം എനിക്കിപ്പോൾ കിട്ടിയ ഒരു ചെറിയ അറിവ് അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്യൂ, എന്നിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ തെളിയിക്കൂ, നിങ്ങളുടെ കാലിബർ തെളിയിക്കൂ. ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവരാം. നിങ്ങളത് പ്രൂവ് ചെയ്യൂ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വീഡിയോ റെഡിയാക്കൂ. ഞാൻ പറഞ്ഞല്ലോ, എത്ര മിനിറ്റ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറ്റുകയും ചെയ്യും. ഒൺലി തിങ് എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് കാര്യമില്ല. മിന്നലടിച്ച ആളുകൾ, മിന്നലിന്റെ പവറുള്ള ആളുകൾ ഈ യുമാട്ടി ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറി നിന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ കുറെ ആയിരക്കണക്കിന് പേര് അതിൻ്റെ അകത്ത് കയറുന്നിട്ട് ഒരു കാര്യമില്ല. ഈ യുമാട്ടി ക്ലബിൽ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഐഡിയ നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ, അതായത് നല്ല ക്രിയേറ്റീവായി ഐഡിയ ഉള്ള ഒരു നല്ലൊരു ഫൗണ്ടറെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിനുള്ള സീഡ് ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റിനുള്ള ആദ്യത്തെ ഒരു പൈസ പോലും നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഈ യുമാട്ടി ക്ലബ്ബ് നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും യുമാട്ടി ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ആർക്കും ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അതിനുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഞാൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് യുമാട്ടി ക്ലബിന്റെ ഉദ്ദേശം. ആ ഒരു ക്ലാരിറ്റി എനിക്ക് വളരെ ക്ലിയർ ആണ്. ഇത് 1-2 പേർക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനവുമല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആശയവുമല്ല. ഇതൊരു മൾട്ടിനാഷണൽ, എല്ലാ രാജ്യക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആയുള്ള ആളുകൾക്ക് ഈ ഗ്രൂപ്പിൽ നിലനിന്നുകൊണ്ട് നിരവധി പൊട്ടൻഷ്യൽ, നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, നല്ല സ്ട്രോങ് ഫൗണ്ടേഴ്സ് ഉള്ള, നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഫൗണ്ടേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് യുമാട്ടി ക്ലബ്ബ്. നിങ്ങളുടെ ശരീരത്തിൽ മിന്നലടിച്ചിട്ടുണ്ടോ? എന്റെ ശരീരത്തിൽ മിന്നലടിച്ചിട്ടുണ്ട്. ആ മിന്നലടിയുടെ ശക്തി കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിച്ചത്. എന്നാൽ ആ മിന്നലടിയുടെ ശക്തി എനിക്ക് വേണ്ടി മാത്രമല്ല, ആ മിന്നലിന്റെ പവർ ലോകത്തുള്ള എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. എനിക്കടിച്ച ആ മിന്നലിന്റെ പവർ നിങ്ങളും അനുഭവിക്കണം. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുമാട്ടി ക്ലബിലൂടെ ആ മിന്നലിന്റെ പവർ ഞാൻ വിതരണം ചെയ്യാൻ പോവുകയാണ്. അതെ, ഹോൾസെയിലായും റീറ്റെയിലായും ഞാൻ എന്നിലടിച്ച മിന്നൽ ഞാൻ വിതരണം ചെയ്യാൻ പോവുകയാണ്. യെസ്, മൊത്തമായും ചില്ലറയായും മിന്നലുകൾ വിൽക്കപ്പെടും. യുമാട്ടി ക്ലബിലെ ഈ യുമാട്ടി ടോക്കിലൂടെ നിങ്ങൾക്കത് ഞാൻ തരാൻ പോവുകയാണ്. വെൽക്കം ടു മൈ ചാനൽ യുമാട്ടി ക്ലബ്. എൻ്റെ പേര് ജോമോൻ മാത്യു. ഇത് സത്യം പറഞ്ഞാൽ ഈ യുമാട്ടി ടോക്ക് എന്ന സീരീസിലൂടെ എൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമായി പറയാനായിട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സായിട്ടുള്ള യുമാട്ടി എന്ന ബ്രാൻഡിലൂടെ ഞാൻ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഈ കാണുന്ന വാലറ്റുകളും അതുപോലെ തന്നെ ഈ കാണുന്ന ക്യാപ്പുകളുമാണ്. സോ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2 ദിവസം മുമ്പ് വന്ന ക്യാപ്പുകളാണ്. ഇതാണ് ഞാൻ സെല്ല് ചെയ്യുന്ന ക്യാപ്പുകൾ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും മറ്റും അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങുകയും ചെയ്യാം. സോ വാലറ്റുകളും ക്യാപ്പുകളുമാണ് എൻ്റെ പ്രോഡക്റ്റുകൾ. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വാലറ്റിനെ കുറിച്ച്, ഈ ബിസിനസിന്റെ ആദ്യത്തെ ഡയമെൻഷനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഈ ക്യാപ്പുകളെ കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ബിസിനസിന്റെ 3ാമത്തെ ഡയമെൻഷനായിട്ടുള്ള എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന യുമാട്ടി ക്ലബ്ബ് എന്ന ഈ ഒരു പരിപാടി, ഈ ക്ലബ്ബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ യുമാട്ടി ക്ലബ്ബ് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിലൂടെ ലോകത്തുള്ള മനുഷ്യന് എന്താണ് ഉപകാരം ഉണ്ടാകാൻ പോകുന്നത്,
എനിക്കെന്താണ് ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഈ വീഡിയോ. സോ എല്ലാവർക്കും യൊമാട്ടി ക്ലബിന്റെ ഈ യൊമാട്ടി ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു എനിക്കൊരു മിന്നൽ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതെ, സത്യമാണ്. ആ മിന്നലടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ആളുകളാണ് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന, എന്ന് താല്പര്യത്തോടെ നോക്കുന്ന ഒരാളായിരുന്നു. കാരണം എനിക്ക് ആഗ്രഹം സാമ്പത്തികമായി മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്. അപ്പോൾ ഒരു 2-2.5 വർഷമായെന്ന് തോന്നുന്നു. ഒരു 750-800 ദിവസമായി. അങ്ങനെ പറയാൻ കാരണമുണ്ട്, ഞാൻ പറയാം. അന്ന് ആണ് എനിക്ക് ഇങ്ങനെ ഒരു മിന്നലടിച്ചത്. എനിക്ക് തോന്നുന്നേ, എനിക്ക് മിന്നലടിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ട്രിവാൻഡ്രത്തുള്ള ഒരു ഏലിയാസ് ജോൺ സാർ നടത്തുന്ന സെയിലിംഗ് കമൻട്രി എന്ന ഒരു വിഴിഞ്ഞം പോർട്ടും അതിനെ സംബന്ധിച്ച് നടത്തുന്ന ഒരു ഏലിയാസ് ജോൺ സെയിലിംഗ് കമൻട്രി എന്ന യൂട്യൂബ് ചാനലിൽ ഏലിയാസ് ജോൺ സാർ നടത്തുന്ന ഒരു ടോക്ക് ഷോ ഉണ്ട്, സെയിലിംഗ് കമൻട്രി. അതിൽ ഏകദേശം ഒരു 40ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഇപ്പം ഏതാണ്ട് 700-750ാമത്തെ ദിവസമാണ് നടക്കുന്നത്. അത് 800 അടുത്തായെന്ന് തോന്നുന്നു. സോ അന്ന് തുടങ്ങുന്ന കാലത്ത് 40-45 ഇടയ്ക്ക് എന്താണ് ആ ദിവസങ്ങളിലാണ് എനിക്കിങ്ങനെ ഒരു മിന്നലടിച്ചത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു ദിവസത്തിലാണ്, ആ ഒരു ടൈം പീരീഡിലാണ് എനിക്കൊരു മിന്നലടിച്ചത്. ആ മിന്നലടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് വരുന്നതുകൊണ്ട് അവിടെ നാട്ടുകാരെല്ലാവരും ആ ഒരു പോർട്ടിന്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വിദേശത്തേക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കാൻ നോക്കുന്നു. അവർ ബയേഴ്സിനെ അന്വേഷിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജർമ്മനിയിലാണ്. സോ എനിക്ക് പെട്ടെന്നൊരു മിന്നലടിച്ചു. ഇവിടെ നാട്ടിൽ നിന്നുള്ള എല്ലാവരും കയറ്റി വിടാൻ നോക്കുകയാണ്. അവർ അന്വേഷിക്കുന്ന ഒരു ബയ്യറെയാണ്. അപ്പം എനിക്കൊരു ബയ്യറായാൽ എന്താണ് എന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പം, കാരണം നാട്ടിൽ നിന്ന് എല്ലാവരും നോക്കുന്നത് ഇവിടെ ഒരു ബയ്യറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്കൊരു ബയ്യറായാൽ എന്താണ്, പിന്നെ അല്ലെങ്കിൽ ബയ്യർമാരെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കിട്ടുമല്ലോ. അങ്ങനെ ഒരു മിന്നൽ അടിച്ചെടുത്തുനിന്നാണ് അന്ന് അങ്ങനെ ഒരു മിന്നൽ എനിക്കിട്ടടിച്ചു. അന്ന് ഞാൻ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു. ഞാനത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് വീണ്ടും ഞാൻ പിന്നീട് വിശദീകരിക്കാം. സോ അങ്ങനെ ഒരു മിന്നലടിയിൽ നിന്നാണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് നടന്നു. അത് എനിക്ക് പ്രാക്ടിക്കലി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം, പിന്നെ വേറെ കുറെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റി. അപ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു മിന്നലടിയാണ്. അതിനുശേഷം ഞാൻ കുറേ അന്വേഷിച്ചു, പഠിച്ചു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സാഹചര്യങ്ങളോട് ഇണങ്ങുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഈ യൊമാട്ടി എന്ന ബ്രാൻഡ് തുടങ്ങുകയും അതിൽ വ്യത്യസ്തമായ ഡയമെൻഷൻസിൽ ആ ബിസിനസ്സിനെ ഞാൻ ഡിസൈൻ ചെയ്യുകയും ചെയ്തത്. അതിലാണ് ആദ്യത്തെ വാലറ്റ് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്തു തുടങ്ങുക. വളരെ പയ്യെ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ വീട്ടിലിരുന്ന് ചെയ്തു തുടങ്ങുക. അത് കൂടുതൽ സെല്ല് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്യാപ്പുകൾ സൈഡിൽ വെക്കുക. പിന്നീട് അതിനെ കുറച്ചുകൂടെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യൊമാട്ടി ക്ലബ്ബ്. അപ്പം ഞാൻ ഇനി യൊമാട്ടി ക്ലബ്ബ് എന്താണെന്ന് നിങ്ങളോട് ഇതിൽ വിശദീകരിക്കാം. ഞാൻ യൊമാട്ടി ക്ലബ്ബിൽ തുടങ്ങിയിട്ട് കുറച്ച് 1-2 മാസങ്ങളായി. അപ്പോൾ അതിലിപ്പോൾ തന്നെ ഏകദേശം ഒരു 36-34 പേരോളം വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയിലുണ്ട്. സോ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ പോലെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളുകളെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ അവരുടെ സപ്പോർട്ട് എനിക്ക് എങ്ങനെ നേടാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഇപ്പം ഞാൻ ആ യൊമാട്ടി ക്ലബിനെ വലിയ രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഏറ്റവും പുതിയതായിട്ട് വരുന്ന ബിസിനസ്സുകാരെ നമ്മൾ കട്ടയ്ക്ക് സഹായിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാം. ആകെ 2 ക്വാളിഫിക്കേഷനേ നിങ്ങൾക്ക് വേണ്ടതുള്ളൂ. ഒന്ന്, നിങ്ങൾക്കൊരു സ്റ്റോറി പറയാൻ, ഒരു കഥ പോലെ കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ് വേണം. 2, ഇന്റർനെറ്റ് ഉപയോഗിക്കാനും അതിനുള്ളൊരു സൗകര്യവും വേണം. വേറെ ഒരു കാര്യവും വേണ്ട. ഈ 2 കാര്യങ്ങൾ മതി. ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു സ്റ്റോറി ആയിട്ട് പറയാനായിട്ട് ഉള്ളൊരു കഴിവ്, ഒരു കഥ പറയാനുള്ളൊരു കഴിവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമുക്കത് തീർച്ചയായിട്ടും ഇന്റർനെറ്റിലൂടെ സെല് ചെയ്യാൻ പറ്റും. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ കാണിച്ചു തന്നത്. കാരണം ഇപ്പം ഞാനത് പറയാൻ എനിക്ക് കുറച്ചുകൂടെ ഒരു ആത്മധൈര്യമുണ്ട് ഈ ക്ലബിനെ കുറിച്ച് കൂടുതൽ പറയാൻ. കാരണം എനിക്കൊരു 10,000 പേര് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ ഒരു 5,000 പേരുണ്ട്.
സോ ഒരു 15,000 ഫോളോവേഴ്സാണ് മെയിനായിട്ട്. ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ വളരെ കുറവാണ്. സോ ഇത്രയും പേരെ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കിതിന്റെ ട്രാക്ക് പിടികിട്ടി. ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് വളരെ ക്ലിയർ ആണ്. ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക. ആ ഒരു പെയിൻ പോയിന്റ് ആയിരുന്നു എൻ്റെ ഉള്ളത്. എങ്ങനെയാണ് കൂടുതൽ റീച്ച് എത്തിക്കുക, കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്താൻ പറ്റും. പക്ഷെ ഇപ്പം ഞാൻ ആ ടെക്നിക്ക് പഠിച്ചു. അത് നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ബിസിനസ്സിന് ഒരു സ്പെസിഫിക് ആയ രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുത്തത്. മൾട്ടി ഡയമെൻഷൻസിലാണ്. അതാണ് ഞാൻ പറഞ്ഞ വാലറ്റ് ഉണ്ട്, അതിനൊരു പ്രത്യേക രീതിയിൽ ആ വാലറ്റിന് വാല്യൂ കൂട്ടുന്ന ഒരു കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് തൊപ്പികൾ സൈഡിൽ വെച്ചത്, ക്യാപ്പ് സൈഡിൽ വെച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് യോമാട്ടി ക്ലബ്ബ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യുകയും പിന്നീട് അതാണ് മെയിൻ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്. പിന്നീട് 1-2 ഗീവ് അവേകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫോളോവേഴ്സും എൻ്റെ റീച്ചും ഞാൻ പറയുന്നത് കേൾക്കാൻ കുറച്ച് ആളുകളുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടെക്നിക്ക് വെച്ച് എനിക്ക് മാത്രമല്ല ആർക്കും ഇതുപോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ, മൾട്ടിപ്പിൾ പേജുകളിലൂടെ അവർക്കും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവർക്കും ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. അവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം വീട്ടിലിരുന്ന് തുടങ്ങാം, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇന്റർനാഷണലി അതൊരു ബിസിനസ് ആക്കി വളർത്താനും സാധിക്കും. അതാണ് ഞാൻ ഈ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതിന്റെ കാര്യം. അതാണ് എൻ്റെ ഈ ബിസിനസിന്റെ കാര്യം. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി, ഒരു പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി, വീട്ടിലിരുന്ന് തുടങ്ങി, അതിനെ ഒരു ചെറിയ ബിസിനസ് ആക്കി വളർത്തിക്കൊണ്ട് വന്ന് കൂടുതൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി, അങ്ങനെ ഒരു റീച്ച് കൂട്ടിക്കൊണ്ട് വന്ന് നമുക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇത് എനിക്ക് മാത്രമല്ല, എനിക്ക് ചെയ്യാമെങ്കിൽ ലോകത്ത് ആർക്കും ചെയ്യാം. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. പക്ഷേ ഇവിടെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഇവിടെയും ഞാൻ അതിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ പുറത്താണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇവിടെ ഒരു ലോൺ എടുത്ത് ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു ജീവിതമേ എനിക്കിനി ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഡിസൈൻ ചെയ്തെടുത്തത്. അതിൽ യോമാട്ടി ക്ലബിനുള്ള റോൾ എന്താണെന്ന് ഇനി ഞാൻ പറയാം. അതായത് ഈ ക്ലബിലൂടെ എൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന് 2-3 പോസിബിലിറ്റീസ് ഉണ്ട്. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യോമാട്ടി ക്ലബ് എന്ന പേരിൽ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും, അതാണ് ഈ യൂട്യൂബ് ചാനൽ, ഇതിൽ ഞാൻ എൻ്റെ ബിസിനസിനെ സംബന്ധിച്ചതും ഈ ക്ലബിനെ സംബന്ധിച്ചതുമായിട്ടുള്ള നിരവധി വീഡിയോകൾ ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ടോ ഒരു പാർട്ട് ടൈം ആയിട്ടോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്കും ഇതുപോലെ ഒരു ബിസിനസ് പ്ലാൻ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഏറ്റവും ഫ്രീ ആണ്. കാരണം എൻ്റെ വീഡിയോകൾ കണ്ടാൽ മതി, അതിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉണ്ടായാൽ മതി, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. പിന്നെ സ്പെസിഫിക്കലി പേഴ്സണൽ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കിതുവരെ കിട്ടിയ ചില ബിസിനസ് സീക്രട്ടുകളുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ യോമാട്ടി ക്ലബ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, ആ ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ തുടങ്ങുന്ന ഏത് പ്രസ്ഥാനത്തെയും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യും. അത് പ്രധാനമായിട്ടും യോമാട്ടി ക്ലബ് എന്ന പേജിലൂടെയും അതുപോലെ യോമാട്ടി ക്ലബ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഞാൻ അവരുടെ ഏത് പ്രസ്ഥാനമാണെങ്കിലും അവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനും കണ്ടന്റുകൾ ഉണ്ടാക്കും. അവർ കണ്ടന്റുകൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ അത് കൊളാബ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊളാബ് ചെയ്ത് നമ്മൾ അവരെ റീച്ചിലേക്ക് എത്തിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാളായിക്കോട്ടെ, അല്ലെ ബിസിനസ് തുടങ്ങി റീച്ച് ഇല്ലാത്ത ആളായിക്കോട്ടെ, നിങ്ങളുടെ നിങ്ങൾക്ക് ഓൾറെഡി ചിറകുകളുണ്ട്, പക്ഷെ അതിന് ഉയർന്നു പറക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിനൊരു പവർ വന്നിട്ടില്ല, ആ പവർ തരാനായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ പവർ, എനിക്ക് എങ്ങനെ ഈ റീച്ച് കിട്ടി, ഈ ഒരു ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് എനിക്കത് പറഞ്ഞുതരാൻ സാധിക്കും. കാരണം എനിക്കിപ്പോൾ കിട്ടിയ ഒരു ചെറിയ അറിവ് അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിനെയും വളർത്തുക, അതോടൊപ്പം തന്നെ എനിക്കും വളരാൻ സാധിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ആളാണ്. അപ്പോൾ എൻ്റെ ബിസിനസിന്റെ ഐഡിയാസ് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രൊമോഷൻ എടുക്കാനോ, അല്ലെ എനിക്ക് പ്രൊമോഷൻ ചെയ്യാനോ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും അധികം പൈസയില്ല.
അങ്ങനെ വളരെ ലിമിറ്റഡ് ആയ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു ഇൻഫ്ലുവൻസറുടെ അടുത്ത് പോയോ അല്ലെ പബ്ലിഷ് ചെയ്ത് പരസ്യം ചെയ്തോ ഒന്നും ഇത് റീച്ച് കൂട്ടാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്താണ് ചെയ്തത്, എനിക്കുള്ള ചെറിയ ബഡ്ജറ്റ് വെച്ച് ചെറിയ ഗീവ് അവേ നടത്തി ഞാൻ കുറച്ച് റീച്ച് ഉണ്ടാക്കിയെടുത്തു. അപ്പം അതിൽ നിന്ന് കിട്ടിയ ലേണിങ്സ് വെച്ച് ഇനി പുതിയതായിട്ട് തുടങ്ങുന്ന ആരെയും ഈ പ്ലാറ്റ്ഫോമിലൂടെയും ഞാൻ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുക. അതിപ്പോൾ എൻ്റെ ടെക്നിക്ക് ആവാം, നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തും ആയിക്കോട്ടെ. നിങ്ങളുടെ ആഗ്രഹം ഇത് പബ്ലിഷിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ യൊമാറ്റി ക്ലബ്ബിലൂടെ അത് വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൊമാറ്റി ക്ലബ്ബിൽ അംഗമാവുക. അത് പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ. അത് തുടക്കത്തിൽ ഇപ്പോൾ അത് ഫ്രീ തന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരു ഫീസും ഇല്ലാതെയാണോ ഇയാൾ ഈ സർവീസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ പറയുന്നു, ഒരു സർവീസ് ഫീസ് ഉണ്ട്. ആ സർവീസ് ഫീസ് എന്ന് പറയുന്നത് യൊമാറ്റി വാട്സപ്പ് ക്ലബിൽ അംഗമാകാനുള്ള ഫീസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊളാബ് ചെയ്യുന്നതിന് നിങ്ങൾ എത്രമാത്രം ബിസിനസിന്റെ വീഡിയോകൾ നിങ്ങൾ ഈ യൊമാറ്റി ക്ലബ്ബുമായിട്ട് കൊളാബ് ചെയ്താലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര എണ്ണം കൊളാബ് ചെയ്യണം. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് എന്തുമാത്രം വളർന്നു, നിങ്ങൾക്ക് സ്വയം പറക്കാറായോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ നിങ്ങൾക്ക് എത്രമാത്രം കൊളാബ് ചെയ്യണം, നിങ്ങൾക്ക് എപ്പം നിർത്തണം, നിങ്ങൾക്ക് എപ്പോൾ ഇതിന്റെ സർവീസ് ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ 50 പേർക്ക് ഫ്രീ ആയിരിക്കും. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക് ചെയ്യാൻ വെക്കും. അത് വലിയ പൈസയൊന്നും ആയിരിക്കത്തില്ല, വളരെ ചെറിയ പൈസ ആയിരിക്കും. അതിപ്പം എത്ര ഫീസാണെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വളരെ നെഗ്ലിജിബിൾ, അതായത് ഇവിടുത്തെ പൈസ വെച്ച് നോക്കുവാണെങ്കിൽ അതൊന്നും അല്ലായിരിക്കും. വല്ല 5-10 യൂറോയെ വരത്തുള്ളൂ. കാരണം ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത്, എനിക്ക് ഇവിടുത്തെ പൈസ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൂടിപ്പോയാൽ 5-10 യൂറോയെ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ് ആണ്, ഇതൊരു സർവീസ് ആണ്. അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് അല്ലെങ്കിൽ മണി ജനറേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏത് ബിസിനസ് ആയാലും നമ്മൾ കരിഞ്ഞു വീഴും. അപ്പൊ യൊമാറ്റി ക്ലബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 50 പേർക്ക് ഫ്രീ ആണ് വാട്സപ്പ് ഗ്രൂപ്പ്. അതിനുശേഷം ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ ഈ യൊമാറ്റി വാട്സപ്പ് ഗ്രൂപ്പ്, ഈ യൊമാറ്റി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആര് എന്ത് കണ്ടന്റുകൾ ചെയ്താലും അവർക്ക് തീരുമാനിക്കാം അവർക്ക് വളരാനായിട്ട് ഈ യൊമാറ്റി ക്ലബിന്റെ സഹായം വേണമെങ്കിൽ അവരുടെ കണ്ടന്റുകൾ യൊമാറ്റി ക്ലബ്ബുമായിട്ട് നിങ്ങൾക്ക് കൊളാബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഈ യൊമാറ്റി ക്ലബ്ബിൽ, പ്രത്യേകിച്ച് യൊമാറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നതിലൂടെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഈ ക്ലബ്ബിൽ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ള ഒരു സാധ്യത വർദ്ധിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് സമയവും നിങ്ങൾക്ക് സ്റ്റോറി പറയാനുള്ള ഒരു കഴിവുമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പൈസയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പൈസയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? അവരുദ്ദേശിക്കുന്നത് അവരുടെ പൈസ വളരാൻ സാധ്യതയുള്ള, നല്ലപോലെ വളരാൻ സാധ്യതയുള്ള ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുക. അതിന് സീഡ് ഫണ്ട് എന്ന് പറയും. എനിക്ക് തോന്നുന്നു സീഡ് ഫണ്ട് എന്നാണ് അത് പറയുന്നത് തോന്നുന്നു. സോ അങ്ങനെ സീഡ് ഫണ്ട് കൊടുക്കാനായിട്ട് താല്പര്യമുള്ള പൈസയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് കഴിവുള്ള, നല്ല ഫൗണ്ടർ ആയിട്ടുള്ള, നല്ല കഴിവുള്ള ചെറുപ്പക്കാരായ പിള്ളേരുണ്ടോ, അവരുടെ സ്കില്ല്, അവർക്കതിനുള്ള കഴിവുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ അവർക്ക് സീഡ് ഫണ്ട് കൊടുക്കാൻ, അവർക്കൊരു ബിസിനസ് തുടങ്ങാൻ സീഡ് ഫണ്ട് കൊടുക്കാൻ അവർ റെഡിയാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പൈസ ഇല്ല എന്നതിന്റെ പേരിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാതിരിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യൊമാറ്റി ക്ലബിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ സമയവും ആശയവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താണെന്ന് ഒരു വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം. ഓൾറെഡി നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടല്ലോ. അപ്പൊ ആ യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ എടുക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് കഴിവുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് സമയം വേണം. പക്ഷെ ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ആശയവും ഉണ്ടെങ്കിൽ, അതെന്താണ് നിങ്ങളുടെ മനസ്സിലെ ബിസിനസ് ആശയം? പൈസയല്ല കാര്യം. പൈസയെക്കാളും കൂടുതൽ നിങ്ങളുടെ ആശയം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു യൂട്യൂബിൽ, അതിപ്പോൾ എത്ര മിനിറ്റ് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയക്കരുത്. യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ അത് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യരുത്. അത് അൺലിസ്റ്റഡ് ആയിട്ട്
നിങ്ങളുടെ യൂട്യൂബിൽ കയറ്റുക. ആ ലിങ്ക് എനിക്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ യോമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ലിങ്ക് അയക്കുക. അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കും. എന്നിട്ട് അതിൽ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ തയ്യാറായി വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ യോമാട്ടി ക്ലബിൽ നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനുള്ള സീഡ് ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റിനുള്ള ആദ്യത്തെ ഒരു പൈസ പോലും നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഈ യോമാട്ടി ക്ലബ്ബ് നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും യോമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. കാരണം ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് യോമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് യോമാട്ടി ക്ലബിൽ നിലനിൽക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ളാവുന്ന ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ആശയവും നിങ്ങൾക്ക് സമയവും ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, തയ്യാറാണെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ, യു പ്രസന്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യൂ. കാരണം നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മറ്റുള്ളവരെ നിങ്ങൾ ഷോക്കേസ് ചെയ്യൂ. ആ ഷോക്കേസ് ചെയ്യാനുള്ള അവസരമാണ് യോമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങളുടെ കഴിവ് എന്നെ മാത്രമല്ല ഷോക്കേസ് ചെയ്യുന്നത്, ഈ ക്ലബിലുള്ള ഇതുപോലുള്ള ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കഴിവിനെ പ്രസന്റ് ചെയ്യൂ. നിങ്ങൾ എത്ര മിനിറ്റ് വേണം, നിങ്ങൾ ആദ്യത്തെ വീഡിയോ ആയിരുന്നതിന് വലിയ ടെക്നിക്കുകളൊന്നും വേണ്ട. കണ്ടന്റ് ആണ് പ്രധാനം. നിങ്ങൾ പറയുന്ന അതിന്റെ ആ ഒരു ആശയമാണ് പ്രധാനം. അതിൻ്റെ അകത്ത് വലിയ ലൈറ്റിങ്ങോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന ആശയം വർക്കബിൾ ആണോ അല്ലെങ്കിൽ അതിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഈ കേൾക്കുന്നവർ നോക്കാൻ പോകുന്നത്. അല്ലാതെ ഇതൊരു പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അല്ല. സോ അതുകൊണ്ട് അത് നിങ്ങളെ ഞങ്ങൾക്കൊന്ന് അസസ് ചെയ്യാനും കൂടെയുള്ള അവസരമാണ്. കാരണം നിങ്ങൾക്ക് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് കാണിക്കാനും കൂടെ, തിരിച്ചറിയാനും, നിങ്ങൾക്ക് കാണിക്കാനും ഞങ്ങൾക്ക് ഒന്ന് അസസ് ചെയ്യാനും കൂടെയുള്ള ഒരു അവസരമാണ്. നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി അൺലിസ്റ്റഡ് ആക്കിയിട്ട് അതിന്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുമ്പോൾ അത് എല്ലാവർക്കും യൂട്യൂബിൽ തന്നെ പോയി കാണാം. അതിനുള്ള അവസരമാണ് ഈ യോമാട്ടി ക്ലബിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. ഇനി യോമാട്ടി ക്ലബിൽ നിൽക്കുന്നതിലൂടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ കണ്ടന്റുകൾ ഉണ്ടാക്കണം. എന്താണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് റീച്ച് ഇല്ല. അപ്പോൾ ആ പേജുകളിലെ കണ്ടന്റുകൾ എന്താണെന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നവരുടെ ആശയങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ ഈ ഒരു യോമാട്ടി ക്ലബിലൂടെ എൻ്റെ ഈ ബിസിനസ്സിന്റെ ചരിത്രങ്ങൾ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് പല ആളുകൾക്കും ഇൻസ്പയറിംഗ് ആയി തുടങ്ങിയതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് എൻ്റെ ഈ അടുത്ത് തന്നെ, എൻ്റെ അയലോക്കത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവനും ഇതുപോലെ മിന്നലടിച്ചു. അപ്പോൾ അവൻ്റെ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞു. അത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കര അട്രാക്റ്റീവാണ്. അതുപോലെ ഐ ക്യാച്ചിങ് ആണ് ഭയങ്കര. അതിപ്പോൾ ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവന് അതിൻ്റെ ട്രേഡ് മാർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ചാനലിൽ തന്നെ അടുത്ത വീഡിയോകളിൽ തന്നെ മിക്കവാറും തന്നെ അത് വരും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു, നീ ധൈര്യമായിട്ടിരുന്നു, ഞാൻ നിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന്. ഈ യോമാട്ടി ക്ലബിന്റെ ഏറ്റവും ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്നത് അവനായിരിക്കും. സോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു പ്രസ്ഥാനം തുടങ്ങുവാണെങ്കിലോ തുടങ്ങാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അതിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു മിനിമം 5 കണ്ടന്റുകളെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ബിസിനസിന്റെ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുകയോ, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ബിസിനസിന്റെയോ ഏറ്റവും കുറഞ്ഞത് 5 തൊട്ട് ഒരു 10 കണ്ടന്റ് വരെയെങ്കിലും അതിലുണ്ടായിരിക്കണം. അപ്പോഴാണ് എനിക്കാണേലും മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ പറയുന്നത് ശരിയാണോ, നിങ്ങൾക്കത് പറയാനുള്ള ഒരു കാലിബർ ഉണ്ടോ, നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതുണ്ടോ. അങ്ങനെയാണെങ്കിൽ അതിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ, നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടാക്കി ലിങ്ക് അയച്ചു തരുന്ന പോലെയല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന്. പിന്നെ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, പ്രാക്ടിക്കലി നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തന്നെ ബിസിനസ് പേജുകളിൽ നിങ്ങളത് പബ്ലിഷ് ചെയ്യുക. അത് വെറുതെ 4-5 കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 5 ഫോട്ടോ ഇട്ടൊന്നും നടക്കത്തൊന്നുമില്ല. അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അത് ചിലപ്പോൾ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെയാണ്. സോ ഞാൻ പറയുന്നത്,
നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഞാൻ തരും. അത് ചിലപ്പോൾ ഒരു വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ 5 കണ്ടന്റ് ആയിരിക്കാം, ചിലപ്പോൾ 10 ആയിരിക്കാം. അപ്പോഴേ ഉള്ളൂ നമുക്കത് കൺവിൻസിങ് ആവുള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാലിബർ ഉണ്ടോ, കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ, സ്റ്റോറി ടെല്ലിംഗ് പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയം എന്താണെന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കണ്ടന്റുകൾ പിന്നെ റീച്ച് എത്തിക്കണമെന്ന് എന്നിട്ട് നിങ്ങൾക്ക് റീച്ച് എത്തിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റീച്ച് എത്തിക്കണമെന്നെങ്കിൽ ഈ യൊമാട്ടി ക്ലബിന്റെ റീച്ചിലൂടെ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ പേജിൽ തന്നെ ഞാൻ നിങ്ങളെക്കുറിച്ച് കണ്ടന്റ് ചെയ്യും. നിങ്ങൾക്ക് റീച്ച് എത്തിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരാനായിട്ട്, അവർക്ക് റീച്ച് എത്തിക്കാനായിട്ടാണ് ഞാൻ ഈ യൊമാട്ടി ക്ലബിലൂടെ ശ്രമിക്കുന്നത്. ഇതുപോലെ എല്ലാവർക്കും, ആരും ആയിക്കോട്ടെ, മലയാളികൾ മാത്രമല്ല, ഏത് ഭാഷയും ഏത് രാജ്യക്കാരും ആയിക്കോട്ടെ, എയുടെ ഒരു ഇത് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരെയും, ഏത് ഭാഷക്കാരെയും ഈ യൊമാട്ടി ക്ലബിലൂടെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിമം 5 കണ്ടന്റെങ്കിലും, 5 തൊട്ടൊരു 10 കണ്ടന്റെങ്കിലും, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നിടത്തോളം ഉള്ള വീഡിയോകളോ കണ്ടന്റുകളോ ചെയ്യുക. അത് നിങ്ങൾ ആ തുടക്കം മുതലേ കൊളാബ് ചെയ്തോളൂ. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാൻ ആ കൊളാബുകൾ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യും, കണ്ടന്റുകൾ ഞാൻ എന്റെ പേഴ്സണൽ പേജുകളിൽ വേണമെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ പേജിൽ ചെയ്യും. അതുപോലെ തന്നെ യൊമാട്ടി ക്ലബിന്റെ എല്ലാ പേജുകളിലും നമ്മളത് കൊളാബ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഫ്രീ ആയിട്ട് കണ്ടന്റുകൾ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രീ ആയിട്ട് കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് യൊമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കണം. ഇപ്പോൾ യൊമാട്ടി ക്ലബിൽ ഒരു 36 പേരായിട്ടുണ്ട്. ഒരു 50 പേര് വരെ ഞാൻ ഫ്രീ ആയിട്ടായിരിക്കും ആ യൊമാട്ടി ക്ലബ് ഇടാൻ പോകുന്നത്. അതിനുശേഷം ഒരു ചെറിയ ബ്ലോക്ക് വെക്കും. കാരണം വന്ന ആളുകൾക്ക് ക്വാളിറ്റി സമയം കൊടുത്ത് ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ആവശ്യമില്ലാതെ മിന്നലടിക്കാത്ത ആളുകൾ ഇതിനകത്ത് വന്ന് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിതീവ്രമായ ആഗ്രഹത്തോടെ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ഈ വാട്സപ്പ് ക്ലബിൽ, അത്തരത്തിലുള്ള ആളുകൾ മാത്രം യൊമാട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയാൽ മതി. അതാണ് എന്റെ ആഗ്രഹം. അല്ലാതെ വെറുതെ അതിനകത്ത് ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു 50 പേർക്ക് യൊമാട്ടി ക്ലബ്ബ് വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. അതിനുശേഷം ഒരു ലിമിറ്റേഷൻ ഞാൻ വെക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ക്വാളിറ്റി സമയം അവർക്ക് കൊടുക്കണം, വന്ന ആളുകൾക്കും ക്വാളിറ്റി ഫീൽ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ അതും വളരെ 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 റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത്. അത് എത്രയാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം എനിക്കൊരു ബ്രേക്ക് വെക്കണം എന്നുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് മണി ജനറേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് കരിഞ്ഞു വീഴും. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ പേജുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഈ യൊമാട്ടി ക്ലബിലേക്കും കൊളാബ് ചെയ്യുക. നിങ്ങൾ 50 അല്ല 100 അല്ല എത്ര കൊളാബ് ചെയ്താലും ഫ്രീ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് തീരുമാനിക്കാം എപ്പോഴാണ് നിങ്ങൾ കൊളാബ് നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ചിറകുകൾക്ക് പവർ വന്നു, നിങ്ങൾക്ക് സ്വയം പറക്കാൻ പറ്റും എന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നോ അപ്പം നിങ്ങൾക്കിത് ഉപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ പറക്കാൻ പറ്റാൻ സാധിക്കുന്നത് അത്രയും കാലം നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അത് എത്ര ബിസിനസ്സുകളുണ്ടെങ്കിലും അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആകെ നിങ്ങൾക്കുള്ള ഫീസ് വരുന്നത് യൊമാട്ടി ക്ലബിൽ, വാട്സപ്പ് ക്ലബിൽ അംഗമാകാനായിട്ടുള്ള ഒരു ചെറിയ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് മാത്രമായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഒരു 5 കണ്ടന്റുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾക്കത് ഓക്കെയാണ്, നിങ്ങളുടെ ബിസിനസ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. ആദ്യത്തെ മുതൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് അത്രമാത്രം നിങ്ങളുടെ കാലിബർ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ തൊട്ട് തന്നെ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാം. പക്ഷെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു കൺവിൻസിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ മുതലുള്ള കൊളാബ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ആദ്യം മുതലേ നിങ്ങൾക്ക് കൊളാബ് അയക്കാം. കാരണം ഈ യൊമാട്ടി ക്ലബിൽ വരുന്ന ആളുകളുടെ ബിസിനസ്സിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് ഏതും അങ്ങോട്ട് കൊളാബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണ് തുടങ്ങി വെക്കുന്നത്. ആ ഒരു ഫൗണ്ടറിന്റെ ആ ഒരു സ്ട്രെങ്ത്, അയാളുടെ ഒരു പൊട്ടൻഷ്യൽ, അയാളുടെ ഒരു കാലിബർ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് എത്രമാത്രം കൊളാബ് ചെയ്യാം, നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോകൾ യൊമാട്ടി ക്ലബ്ബുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണ് സ്വയം പറന്നു പോകാനുള്ള പവർ വരുന്നത്, നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി എപ്പോഴാണ് കിട്ടിയത്, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യൂ. നിങ്ങൾക്ക് എത്ര കാലം യൊമാട്ടി ക്ലബിന്റെ സഹായം വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് തന്നെ പോകാം. സോ പുതിയ ബിസിനസ്സുകളെ മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ, പറക്കാനുള്ള പവർ നിങ്ങൾക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം പറന്നു പോകാം. ആരുടെയും ഒന്നും ചോദിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം പറന്ന് നിങ്ങളുടെ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. പുതിയ ബിസിനസ്സുകളെ, പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകളെയാണ് യൊമാട്ടി ക്ലബ്ബ് സഹായിക്കുന്നത്.
അപ്പൊ ആദ്യത്തെ ഒരു 50 പേർക്ക് ഫ്രീ ആയിരിക്കും. പിന്നീട് വരുന്നവർക്ക് ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ടായിരിക്കും. യോമാട്ടി ക്ലബിലൂടെ നിങ്ങൾ ചെയ്യുന്ന എത്ര കണ്ടന്റുകൾ ഉണ്ടെങ്കിലും അത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. യോമാട്ടി ക്ലബിലൂടെ അത് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ കണ്ടന്റുകൾ വരെ ഉണ്ടാക്കും നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം ഇതുപോലുള്ള ഒന്ന് വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് അത് അനുഭവിച്ചു വന്നവനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ ഒരു ചെറിയ റീച്ച് വെച്ച് നിങ്ങളെയും വളർത്താൻ സാധിക്കും, അതോടൊപ്പം തന്നെ എനിക്കും വളരാൻ സാധിക്കും. അപ്പോൾ ഓരോ പുതിയ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് യോമാട്ടി ക്ലബിന്റെ ഉദ്ദേശം. ഇനി ഈ യോമാട്ടി ക്ലബ്ബ് ഇങ്ങനെ നിങ്ങളെയൊക്കെ ആളുകളെ സഹായിച്ചതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താണ്? എനിക്കും നിങ്ങളുടെ കണ്ടന്റുകളിലൂടെ എന്റെ ബ്രാൻഡിന്റെ റീച്ചും എത്തുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിത് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. കാരണം എന്റെ ബ്രാൻഡിനെയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്റെ ബിസിനസ്സും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇപ്പോൾ അതിന് മാത്രമുള്ള ഒരു പവർ ഇല്ല. അപ്പം എന്റെ ഈ ഒരു ചെറിയ പവർ വെച്ച് അവരെയും കൂടെ കൂടത്തിൽ വളർത്തിക്കൊണ്ട് വരിക, അവരെയും പറക്കമുറ്റാൻ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം എന്റെ ബ്രാൻഡും കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്റെ ബിസിനസിനെ വിജയിപ്പിക്കാനും കൂടെയുള്ള ഒരു മൂന്നാമത്തെ ഡയമെൻഷൻ തന്നെയാണ് ഈ യോമാട്ടി ക്ലബ്ബ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ എന്റെ ബ്രാൻഡും വളരും, ലോകത്ത് നിരവധി ആളുകൾക്ക് പുതിയൊരു ജോലി, പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പറ്റും. അത് മലയാളികൾ മാത്രമല്ല, ലോകത്ത് ഏത് ഭാഷക്കാരെയും ഈ യോമാട്ടി ക്ലബിലൂടെ ഇതുപോലെ നമ്മൾ ഫ്രീ ആയിട്ട് സഹായിക്കും. ആകെയുള്ള ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറി വരാൻ മാത്രമുള്ള ഒരു സംവിധാനമായിരിക്കും. പക്ഷെ ഞാനത് ഇപ്പോഴേ ഒന്ന് പറഞ്ഞു വെച്ചേക്കും. ഞാനിത് അങ്ങനെ പറഞ്ഞു വെച്ചതുകൊണ്ട് ഒരുപാട് എല്ലാ കാലത്തും ആയ കാലത്തോളം അങ്ങനെ ആവണമെന്നില്ല. ഞാൻ തന്നെ പറഞ്ഞ് എന്റെ ഒരു കുഴി തോണ്ടി വെക്കണ്ട. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഇനി ഈ ഒരു സ്ട്രാറ്റജി മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ മാറ്റും. കാരണം ബിസിനസ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിവേർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പിവേർട്ട് ചെയ്യണം. കാരണം എന്റെ സമയവും ഇതിനും കൊടുക്കുന്നതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റും കേട്ടോ. പക്ഷെ തുടക്കത്തിൽ ഞാനും എന്റെയും തുടക്കമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്റെയും ബിസിനസിനെ വളർത്താനായിട്ടും കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് ഓക്കെ എന്റെ കൊടുക്കുന്ന സമയത്തിനുള്ള വാല്യൂ എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ സ്ട്രാറ്റജി വേണേൽ മാറ്റാം കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ ഒരു കുഴി ഉണ്ടാക്കി എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. സോ അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറണമെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രാറ്റജികൾ മാറും. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ യോമാട്ടി ക്ലബിലൂടെ ഇതുപോലുള്ള നിരവധിയായ ബിസിനസ്സുകളെ ഫ്രീ ആയിട്ട് സഹായിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഞാൻ ചെയ്യും. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ ഇത് വളരേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. കാരണം നിങ്ങൾ വളരുമ്പോഴും എന്റെ ബ്രാൻഡിന്റെ റീച്ചും അതുപോലെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കട്ടയ്ക്ക് സഹായിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ വരുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്റെ ആവശ്യമാണ്, ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത് പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ നിങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ വരുന്നവർക്ക് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അവനെ ഞാൻ ആദ്യം തന്നെ അവനാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആദ്യത്തെ ബെനിഫിറ്റ് എടുക്കാൻ പോകുന്നത്. കാരണം അവൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അവനൊരു ട്രേഡ് മാർക്കിന്റെ ഒരു പേപ്പറോട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയും. മിക്കവാറും അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ പറയാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു ചെറിയ മിന്നൽ അടിച്ചാണ്. അവൻ പറയുമായിരുന്നു മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കാൻ കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന്. ഞാൻ പറയുന്നത് മുല്ലപ്പൂമ്പടിയല്ല, മുല്ലച്ചെടിയാക്കി തന്നെ ആക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരിലും കഴിവുണ്ട്, എല്ലാവർക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു സ്റ്റോറി പറയാനും നിങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനും കഴിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനുവേണ്ടി മെനക്കെടണം കേട്ടോ. എല്ലാവർക്കും കഴിവുണ്ട്. നമ്മുടെ ലുക്കിലോ ഇതൊന്നും അല്ല കാര്യം, പൈസയിലോ ഒന്നും അല്ല കാര്യം. താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ റെഡിയാണോ, നിങ്ങൾക്ക് യോമാട്ടി ക്ലബിലേക്ക് സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ ആശയമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക. ആ വീഡിയോ നിങ്ങളുടെ തന്നെ ചാനൽ പോസ്റ്റ് ചെയ്യുക. വാട്സപ്പിൽ വഴി എനിക്ക് അയക്കേണ്ട, നിങ്ങളുടെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചാൽ മതി. ഈ ക്ലബിലുള്ള എല്ലാവരും അത് അസസ് ചെയ്യും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാവും. ഈവൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനും ചിലപ്പോൾ റെഡിയാവും. എല്ലാവർക്കും അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ യോമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്താൻ സാധിക്കും.
അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നിങ്ങൾക്ക് വളർത്താനായിട്ട് യൊമാട്ടി ക്ലബിന്റെ സഹായം ഉണ്ടാവും. അതുപോലെ ഈ യൊമാട്ടി ക്ലബ്ബിൽ നിൽക്കുന്നവരോടുള്ള പ്രത്യേകത വെച്ചാൽ ഈ യൊമാട്ടി ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരും ഈ തീർച്ചയായിട്ടും ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ യൊമാട്ടി ക്ലബ്ബിലൂടെ തുടങ്ങുന്ന ബിസിനസ്സുകളിലെ എല്ലാവരെയും അവരുടെ ബിസിനസ് പേജുകളിൽ അവർ വീഡിയോകൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അവരെ കട്ടയ്ക്ക് സഹായിക്കും. അവരുടെ വീഡിയോകൾ നമ്മൾ കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യൊമാട്ടി ക്ലബ്ബിൽ അംഗമായിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളെയും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അംഗമായിരിക്കുമ്പോൾ നമ്മൾ അവിടെ പോയി അവരെ സഹായിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോ പുതിയതായിട്ട് ഞാൻ ഈ യൊമാട്ടി ക്ലബ്ബിൽ നിൽക്കുന്നതിലൂടെയുള്ള അഡ്വാൻറ്റേജുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇതിലൂടെ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾക്കിത് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാതെ തന്നെ ഈ യൊമാട്ടി ക്ലബിന്റെ വീഡിയോകൾ ഇഷ്ടം പോലെ, ഇപ്പം ഇതുപോലെ ക്ലബ് മെമ്പേഴ്സ് വന്ന് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആ വീഡിയോസ് എല്ലാം യൊമാട്ടി ക്ലബിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിൽ കൂടുതലും വരാൻ പോകുന്നത് അതിന്റെ പോഡ്കാസ്റ്റുകളോ ഇന്റർവ്യൂകളോ ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ഈ ക്ലബിൽ, ഈ ചാനലിൽ വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണേലും, നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്കുള്ള മിന്നലുകൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു. എനിക്ക് കിട്ടിയ ആ മിന്നലിന്റെ പവർ ഞാനിപ്പോൾ പുറത്തേക്ക് ആളുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ആ മിന്നൽ അടിക്കണോ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണോ. ആ മിന്നൽ അടിക്കാൻ പാകത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ മിന്നൽ അടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കിട്ടിയ മിന്നൽ വെച്ച് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ യൊമാട്ടി ക്ലബിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ യൊമാട്ടി ക്ലബിൽ അംഗമാകാം. നിങ്ങളെ ഞാൻ കട്ടയ്ക്ക് സഹായിക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ മിന്നലുകൾ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കൊണ്ട് രമേഷ് പിഷാരടിയുടെ, അദ്ദേഹം പറയായിരുന്നു നമ്മുടെയൊക്കെ ഒരു ഇന്റർവെല് കഴിഞ്ഞു, എന്റെയൊക്കെ ഇന്റർവെല് കഴിഞ്ഞു, അതായത് സെക്കൻഡ് പാർട്ടിലേക്ക് കയറി, നമ്മുടെ ഈ ലൈഫ് ആകുന്ന ഈ മൂവിയുടെ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിലേക്ക് കയറി, ഇനി ഒരു നല്ലൊരു ക്ലൈമാക്സും ഒരു ഗുഡ് എൻഡിങ്ങുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. അല്ലെങ്കിൽ ചെറുപ്പക്കാരായുള്ളവരുണ്ട്, ഫസ്റ്റ് ഹാഫ് തീരാറായി, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ എത്തിയവരുണ്ട്, ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് വളരാൻ സാധിക്കും. എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ജോലി സ്ഥലത്താണ്, അതുകൊണ്ട് അതിന്റെ പേരിൽ എനിക്ക് വീണ്ടും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, എനിക്ക് സമയം ഉണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, മെനക്കെടാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ സമയം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വാലറ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു വാലറ്റ് ഉണ്ടാക്കണമെങ്കിൽ 10-30 മണിക്കൂറാണ്, അറിയോ? അത്രയും സമയം എടുത്തിട്ടാണ് ഞാൻ ഇതുപോലത്തെ വാലറ്റ് ഉണ്ടാക്കി. ഈ 2 വാലറ്റ് ഉണ്ടാക്കുക, ഒരു വാലറ്റ് ഉണ്ടാക്കാൻ ഒരു 25-30 മണിക്കൂർ എനിക്ക് ആവശ്യമാണ്. കാരണം അത്രയും സമയത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് ഒറ്റയടിക്ക് 25 മണിക്കൂർ നിൽക്കുന്നല്ല പറഞ്ഞത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ഓർക്ക് എല്ലാം പടപടാന്നാകുന്നു, പക്ഷെ അങ്ങനൊന്നുമല്ല. നല്ല സമയം എടുത്താലേ ഉള്ളൂ നല്ല രീതിയിൽ ഇതാവത്തുള്ളൂ. അതിനുശേഷം ഞാനിപ്പോ എന്റെ വേറെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇതുണ്ട്, ക്യാപ്പുണ്ട്. ഈ യൊമാട്ടി ക്ലബിലൂടെ സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഈ 3 പ്രോഡക്റ്റുകളും, അതായത് യൊമാട്ടി ക്ലബും വളരും, എന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാലറ്റിനും കൂടുതൽ റീച്ച് കിട്ടും, അതിനും കൂടുതൽ വാല്യൂ കിട്ടും, അതുപോലെ തന്നെ എന്റെ ക്യാപ്പുകളും കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ യൊമാട്ടി ബിസിനസ് പ്ലാനിൽ 3 ഡയമെൻഷൻസ് ഉണ്ട്. ഈ 3ാമത്തെ ഡയമെൻഷനാണ് പറഞ്ഞ യൊമാട്ടി ക്ലബ്ബ്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് റീച്ച് കൂടും തോറും എന്റെ വാലറ്റുകൾ വാങ്ങിക്കാനുള്ള വാല്യൂവും കൂടും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്റെ തൊപ്പികളിലെ സ്വാഭാവികമായിട്ടും എന്റെ തൊപ്പികളും വിറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെ മറ്റു പ്രോഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ അത് വിറ്റ് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് യൊമാട്ടി ക്ലബിലൂടെ ഞാൻ ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്കെല്ലാം സഹായിക്കും എന്ന് പറയുമ്പോൾ അതിലൂടെ അൾട്ടിമേറ്റ്ലി എന്റെ മറ്റ് ബിസിനസ്സുകളെ അത് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഇതുപോലെ ഫ്രീ ആയിട്ട് എല്ലാ പുതിയ ബിസിനസ്സുകളെ സഹായിക്കും എന്ന് പറയുമ്പോൾ അത് ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആണ്. പക്ഷെ അതിലൂടെ എന്റെ റീച്ച് കൂടുകയും എന്റെ ബ്രാൻഡിന്റെ റീച്ച് കൂടുകയും എന്റെ വാലറ്റിന് വാല്യൂ കൂടുകയും എന്റെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അത് അൾട്ടിമേറ്റ്ലി എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ബിസിനസ് കരിഞ്ഞു വീഴാതെ അതിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് യൊമാട്ടി ക്ലബ്ബ്. ഞാൻ നിങ്ങളോട് യൊമാട്ടി ക്ലബ്ബിലൂടെ നിങ്ങളുടെ ബിസിനസ്സുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് വേറെ ഇനി ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ ഞാൻ വേറെ പൈസ വലിക്കുന്നതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയില്ല. ഞാൻ ഇതുപോലെ തന്നെ സീറോയിൽ നിന്ന് തുടങ്ങിയത്. സീറോ അല്ല, ഞാൻ പറഞ്ഞു 3-3.5 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പ്രസ്ഥാനം തുടങ്ങാതിരിക്കരുത്. അപ്പൊ പുതിയ ആൾക്കാരെ ഇതുപോലെ പൈസ ഇല്ലാത്ത, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് പറയുവാണെങ്കിൽ, ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങി 2 ഗീവ് അവേ നടത്തിയപ്പോഴത്തേക്കും നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ എനിക്ക് പൈസ സഹായിക്കാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, കമന്റുകളിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ വാട്സപ്പിൽ നേരിട്ട് എനിക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക, അങ്ങനെ ഞാൻ സഹായിക്കാൻ പോയി ഞാൻ എത്ര പേരെ സഹായിക്കും? അങ്ങനെ ഒരാളെ സഹായിച്ചത്
അവരുടെ ദാരിദ്ര്യം മാറ്റാൻ പറ്റുമോ? അപ്പൊ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുമാത്രം ദാരിദ്ര്യം ആയിക്കോട്ടെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 പേര് കഴിയുമ്പോൾ ചെറിയൊരു ബ്രേക്ക് വെക്കും, ചെറിയൊരു പേയ്മെന്റ് വെക്കുമെന്ന്. അതിന് ആ ഒരു ചെറിയൊരു പേയ്മെന്റ് പോലും തരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കയറ്റാതിരിക്കത്തില്ല. നിങ്ങൾ ഒരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്യൂ, എന്നിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ തെളിയിക്കൂ, നിങ്ങളുടെ കാലിബർ തെളിയിക്കൂ. ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവരാം. ഒൺലി തിങ് എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് കാര്യമില്ല. മിന്നലടിച്ച ആളുകൾ, മിന്നലിന്റെ പവറുള്ള ആളുകൾ ഈ ജൊമാറ്റോ ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി നിന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ കുറെ ആയിരക്കണക്കിന് പേര് അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഒരു കാര്യമില്ല. അതങ്ങനെ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മിന്നൽ അടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിശക്തമായ ഒരു ആശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അതിനു വേണ്ടിയിട്ട് സ്റ്റോറി ചെയ്യാനും കണ്ടന്റ് ചെയ്യാനും നിങ്ങൾക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യൂ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വീഡിയോ റെഡിയാക്കൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എത്ര മിനിറ്റ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയൂ. അത് നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിട്ട് ക്ലബിൽ അംഗമായില്ലെങ്കിൽ നേരിട്ട് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യൂ. തീർച്ചയായിട്ടും ഞാനത് പരിശോധിക്കും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിടും, നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറ്റുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച് നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട. എന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിനോടുള്ള ഈ ഒരു ആശയത്തോട് സാമ്യമുള്ള ആളുകളായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് വെച്ച് എനിക്ക് ഭയങ്കര ബിസിനസ് ഉണ്ടാക്കാനോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനോ അല്ല ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വളരുന്നതോടെ എന്റെ പ്രോഡക്റ്റുകൾ കൂടുതൽ സെല് ചെയ്യാൻ എന്നെ സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്റെ വാലറ്റിന് എന്റെ ഫോളോവേഴ്സ് കൗണ്ട് കൂടുന്നതനുസരിച്ച് എന്റെ വാലറ്റിനും അതുപോലെ വാല്യൂ ഉണ്ടാവും. എന്റെ കണ്ടന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വാലറ്റ് വാങ്ങിക്കുമ്പോൾ അവർ വാങ്ങിക്കുന്ന ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവർക്ക് അത് കൂടുതൽ റീച്ച് കിട്ടും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേണ്ടി കൂടുതൽ പൈസ മുടക്കി അത് മേടിക്കുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വാലറ്റ് എത്ര പൈസ കൊടുത്ത് മേടിച്ചാലും അത് അവരുടെ ബിസിനസ് എക്സ്പെൻസിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ റീച്ച് കൂടുന്തോറും എന്റെ വാലറ്റുകളുടെ വാല്യൂ കൂട്ടാൻ പറ്റും, എന്റെ തൊപ്പികൾ കൂടുതൽ വിൽക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ക്ലിയർ. അല്ലാതെ വേറെ ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ വലിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് വന്നവനാണ് ഞാൻ. എന്റെ ദാരിദ്ര്യം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വേറൊരു സ്റ്റോറി പറയാം. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രയേറെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു ചെറിയ പേയ്മെന്റ് എടുത്ത് ഞാനിവിടെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, യൂറോപ്പിലെ ചെലവനുസരിച്ച് നോക്കുവാണെങ്കിൽ ആ പേയ്മെന്റ് കൊണ്ട് എനിക്ക് ഒന്നും ആവത്തില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം. ഇന്ത്യൻ മണിയായിട്ട് ഞാനിവിടെ ജീവിക്കുന്ന ജർമ്മനിയിലാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ചെറിയൊരു പേയ്മെന്റേ ഞാൻ വെക്കത്തുള്ളൂ. അപ്പോൾ അതല്ല, ആ ഒരു പേയ്മെന്റ് മേടിച്ച് എന്റെ ജീവിതം കരിപിടിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് കയറാം. മനസ്സിലായില്ലേ? എന്ന് വെച്ചോണ്ട് എല്ലാവരെയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ആവത്തില്ല. അതുപോലെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ, കാരണം നിങ്ങളുടെ ബിസിനസ് വളർത്തുക, നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾക്ക് പൈസ തന്ന് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ഇപ്പൊ ഒരുപാട് പേര് എന്റെ പേജുകളിൽ വന്ന് പൈസ ചോദിക്കുന്ന പോലെ അങ്ങനെയുള്ള പൈസയുള്ള ആളൊന്നും അല്ല ഞാൻ. ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേര് തന്നെയാണ് ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് ഒരു ഇച്ചിരി റീച്ച് ആയപ്പം ആ റീച്ചിലൂടെ ആ ഒരു ടെക്നിക്ക് പഠിച്ചപ്പം ആ ഒരു ടെക്നിക്ക് വെച്ച് ബാക്കിയുള്ള ആളുകളെയും ആർക്കും ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ സാധിക്കും, ആർക്കും ഇതുപോലെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റും ഇതുപോലെ സമയവും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ, സ്റ്റോറി പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അതിനുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഞാൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ജൊമാറ്റോ ക്ലബിന്റെ ഉദ്ദേശം. ആ ഒരു ക്ലാരിറ്റി എനിക്ക് വളരെ ക്ലിയർ ആണ്. അല്ലാതെ ഒരാളുടേത് വന്ന് അയാളുടേത് പൈസ മേടിച്ച് റീച്ച് കൂട്ടാനായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 1-2 പേർക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനവുമല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആശയവുമല്ല. ഇതൊരു മൾട്ടിനാഷണൽ, എല്ലാ രാജ്യക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഒരാളുടെ 1-2 പേരുടെ ഒരു ലാർജ് എമൗണ്ട് മേടിക്കാനൊന്നും അല്ല. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചിലപ്പോൾ ഒരുപാട് ആളുകൾ വരുവാണെങ്കിൽ മൾട്ടിപ്പിൾ വാട്സപ്പ് പേജുകൾ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി എനിക്ക് ടീമുകൾ ഉണ്ടാവും. അപ്പൊ ആ ടീമിനൊക്കെ അത് മാനേജ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ചെറിയ വരുമാനം എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ തുടക്കത്തിൽ അത് മാത്രം അതിന് ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു ടീമൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ എന്റെ ഈ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ മാറ്റിയെന്നിരിക്കും. ഞാനത് നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്റെ തുടക്കത്തില് എനിക്ക് വളരാനും നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് വളരാനും
സഹായിക്കുന്ന ഒരു പരിപാടിയാണ് യോമാട്ടി ക്ലബ്ബ്. അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. ഞാൻ പറഞ്ഞു, ഇത് കണ്ടന്റുകളെല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ നമ്മുടെ പേജുകളിൽ കൊളാബ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ചെറിയൊരു റെസ്ട്രിക്ഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറുതായിട്ട് വെക്കും. അതും ഞാൻ പറഞ്ഞ പോലെ അങ്ങ് കടുംപിടുത്തമൊന്നുമല്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്, പക്ഷെ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കണ്ടന്റുകൾ ഷെയർ ചെയ്യണോ എന്നുള്ളത്. ഞാനല്ല, നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കണ്ടന്റുകൾ ഷെയർ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് എനിക്കൊന്ന് നിങ്ങൾ ആ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-10 വീഡിയോ ഞാൻ നോക്കും. അത് ഓക്കെ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാവുന്ന, ഒന്ന് കൺവിൻസിങ് ആയിരിക്കാം. അത് ഒന്നാമത്തെ വീഡിയോ തന്നെ ചിലപ്പോൾ കൺവിൻസിങ് ആയിരുന്നാൽ ഓക്കെയാണ്. അപ്പോൾ തന്നെ നമ്മൾ കൊളാബ് ആക്സെപ്റ്റ് ചെയ്ത് യോമാട്ടി ക്ലബ്ബിലൂടെ ആ ഒരു ബിസിനസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ എത്ര ബിസിനസ്സുകൾ വന്നാലും ഈ യോമാട്ടി ക്ലബിന്റെ പേജിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇനി വേണ്ടി വന്നാൽ എന്റെ പേഴ്സണൽ പേജിലൂടെ ഞാൻ തുടക്കക്കാർക്ക്, കാരണം ഞാൻ ഇപ്പം വലിയ 15,000 ഫോളോവേഴ്സ് എനിക്കുള്ളൂ. അപ്പം വേണ്ടി വന്നാൽ എന്റെ പേഴ്സണൽ പേജിലൂടെയും ഞാൻ ഈ നിങ്ങളുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യും. കാരണം എന്റെ ഉദ്ദേശം എന്റെ ബിസിനസ്സും വളരുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ പേയ്മെന്റ് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ആകെ ആ ഒരു ചെറിയ റെസ്ട്രിക്ഷനേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ടീമിനെ എനിക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെ ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും, ഒരുപാട് ആളുകൾ വന്നാൽ. അപ്പൊ അതനുസരിച്ച് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ തീർച്ചയായിട്ടും വേണ്ടി വരും. അല്ല പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത കുറെ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് അവിടെ ഒളിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതാണ് കാര്യം. അപ്പോൾ ഇതാണ് യോമാട്ടി ക്ലബിന്റെ ഉദ്ദേശം. ഇതൊരു ചെറിയ കളിയായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വലിയ വലയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അതിലൂടെ എന്റെ ബിസിനസിനെ വിജയിപ്പിക്കാൻ തന്നെയാണ്, എന്റെ പ്രോഡക്റ്റുകൾ വിജയിപ്പിക്കാനും, എന്റെ വാലറ്റിന് വിലയുണ്ടാക്കാനും, എന്റെ ബ്രാൻഡിന്, എന്റെ പേഴ്സണൽ ബ്രാൻഡിന് വിലയുണ്ടാക്കാനും തന്നെയാണ്. ഇറ്റ്സ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിലെ ബയോയിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. പിന്നെ യൂട്യൂബിൽ അതിന്റെ ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ എന്റെ ഇൻസ്റ്റഗ്രാമിലെ ബയോയിൽ തീർച്ചയായിട്ടും അവിടെ കിടപ്പുണ്ട്. വെബ്സൈറ്റ് അവിടെയുണ്ട്, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലെ എന്റെ ബയോയിൽ അതിന്റെ ലിങ്ക് കിടപ്പുണ്ട്. പിന്നെ എന്റെ പ്രോഡക്റ്റുകൾ, എന്റെ ക്യാപ്പും അതുപോലെ തന്നെ വാലറ്റ് ഞാൻ അങ്ങനെയല്ല വിൽക്കുന്നത്, അത് വേറെ രീതിയിലാണ്. ക്യാപ്പുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലിങ്കും ഇൻസ്റ്റഗ്രാമിന്റെ ബയോയിലും, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വീഡിയോയുടെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. അപ്പോൾ ഇതുപോലുള്ള മിന്നലുകളുമായിട്ട് ഇനിയും ഇതുപോലുള്ള മിന്നലുകൾ എന്നിൽ നിന്ന് വരും. ഇതൊന്നും ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, വൺസ് മിന്നൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പവർ നമ്മൾ ടോബിനോയുടെ സിനിമയിൽ കണ്ടല്ലോ. അപ്പോൾ മിന്നൽ അടിച്ചവർക്കേ ഉള്ളൂ അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മിന്നൽ അടിക്കണോ. ഞാനിങ്ങനെ മിന്നലുകൾ വിട്ടുകൊണ്ടിരിക്കും. താല്പര്യമുള്ളവർക്ക് മിന്നലുകൾ അക്സെപ്റ്റ് ചെയ്യാം, മിന്നൽ അടിക്കുന്ന ഭാഗത്തിന് നിൽക്കാം. എന്നിട്ട് വേണമെങ്കിൽ ആ മിന്നലിന്റെ പവർ അനുസരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു എക്കണോമിക് ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലാതെ പൈസ തന്ന് സഹായിച്ച് ഒരിക്കലും ഒരാളെ നമുക്ക് വിജയിപ്പിച്ച് വിടാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അധ്വാനിക്കണം. അതിനൊന്ന് റെഡിയാണെങ്കിൽ ഉയർത്തിവിടാൻ, നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി തരാൻ ഞാൻ കുറച്ച് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സഹായിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. അതാണ് എനിക്ക് പ്രോമിസ് ചെയ്യാനുള്ളത്. ഇനി യോമാട്ടി ക്ലബിൽ അംഗമായിരിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് യോമാട്ടിയുടെ വാട്സപ്പ് ക്ലബിൽ അംഗമായിരിക്കുന്നതിലൂടെ നിങ്ങൾക്കും എനിക്കും ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾക്ക് ഒരേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ നിരവധിയായ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള അവസരമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിരവധിയായ കമ്പനികളിൽ നിങ്ങളുടെ ഷെയറുകൾ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു പോസിബിലിറ്റി തരുന്ന ഒരു ക്ലബ്ബാണ് യോമാട്ടി ക്ലബ്ബ്. അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ യോമാട്ടി ക്ലബ്ബിൽ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഐഡിയ നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുമെന്ന്. അതായത് നല്ല ക്രിയേറ്റീവായി ഐഡിയ ഉള്ള നല്ലൊരു ഫൗണ്ടറെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഐഡിയ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടെ കമ്പനിയിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് സീഡ് ഫണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഷെയറുകൾ കൊടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ
ഷെയറുകൾ കൊടുക്കാൻ ആ കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം ഷെയറുകൾ കൊടുക്കാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കാൻ താല്പര്യവുമുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കമ്പനികളിൽ അത്തരം പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ഷെയർ നേടാനും കൊടുക്കാനും ഷെയറുകൾ വാങ്ങിക്കാനും ഷെയറുകൾ കൊടുക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയുള്ള ആളുകൾക്ക് ഈ ഗ്രൂപ്പിൽ നിലനിന്നുകൊണ്ട് നിരവധി പൊട്ടൻഷ്യൽ, നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, നല്ല സ്ട്രോങ് ഫൗണ്ടേഴ്സ് ഉള്ള, നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് യൊമാട്ടി ക്ലബ്ബ്. അത് പ്രത്യേകം ഓർക്കുക. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നതിന് വ്യക്തമല്ല, എങ്കിലും ഞാനത് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈവൻ എനിക്ക് എന്റെ കമ്പനിക്ക് പോലും ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്താൻ സാധിക്കും. ഒരു ഇൻവെസ്റ്ററുടെ ആവശ്യമുണ്ടെങ്കിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കമ്പനി കൂടുതൽ വളർത്താനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാനായിട്ടും എളുപ്പമാണ്. ഈ ഗ്രൂപ്പിൽ ഇതുപോലെയുള്ള എന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ എന്റെ കമ്പനിയുടെ ഷെയറുകൾ കൊടുക്കാൻ ഞാൻ ചിലപ്പോൾ റെഡിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ ആശയങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ വീഡിയോകൾ ഷെയർ ചെയ്യുകയാണ്. അപ്പം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ വരുന്ന ആളുകളുടെ പുത്തൻ ആശയങ്ങൾ, അയാളുടെ കാലിബർ എത്രയാണ്, അയാളുടെ ആ ഒരു ബിസിനസിന്റെ ആ ഒരു പ്രസന്റേഷന്റെ എന്തുമാത്രം സ്കോപ്പ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് താല്പര്യമുള്ള, എനിക്ക് മാത്രമല്ല ഈ ഗ്രൂപ്പിൽ താല്പര്യമുള്ള ആർക്കും ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് വേണ്ടി സീഡ് ഫണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കമ്പനികളിൽ ഷെയർ കൊടുക്കുകയോ ചെയ്യാൻ സാധിക്കും. അതാണ് യൊമാട്ടി ക്ലബ്ബിൽ നിലനിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൈസ സ്വീകരിക്കാനും സാധിക്കും, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി പൈസ ഫണ്ട് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ഗ്രൂപ്പിൽ നിലനിന്നുകൊണ്ട് നല്ല പൊട്ടൻഷ്യലായുള്ള ബിസിനസ്സുകളെ വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കമ്പനികളിൽ ഷെയർ നേടാനോ സാധിക്കുന്ന ഒരു വലിയ സാധ്യത കൂടി തരുന്ന ഒരു അവസരമാണ് യൊമാട്ടി ക്ലബ്ബിലെ നിലനിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും യൊമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നതിലൂടെ നിങ്ങൾക്കും എനിക്കും ലഭിക്കാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നിരവധിയായ പോസിബിലിറ്റീസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൊമാട്ടി ക്ലബ്ബ്. നിങ്ങളുടെ ആശയവും നിങ്ങൾക്ക് മനസ്സുമുണ്ടെങ്കിൽ, ഇതിൽ നിന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിസിനസ് ആശയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ ആവശ്യമായിട്ടുള്ള, പിന്നീട് സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജിലോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് വളരെ ഏർലി സ്റ്റേജിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൊമാട്ടി ക്ലബ്ബ്. സോ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മിന്നലടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് ആലോചിക്കുക. സോ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ തന്ന മിന്നലുകൾ നിങ്ങളിൽ അടിച്ചോ അല്ലെങ്കിൽ ആ മിന്നലുകൾ നിങ്ങളിൽ ഏറ്റോ, അതിന്റെ പവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. എന്നിട്ട് ആർക്കും യൊമാട്ടി ക്ലബ്ബിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു 50 പേർക്ക് ഫ്രീ ആണ്. പിന്നീട് മാത്രമേ ഉള്ളൂ ചെറിയൊരു ബ്രേക്ക് ഞാൻ വെക്കത്തുള്ളൂ. അതിനുശേഷമായാൽ പോലും, അതിനു മുമ്പാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നതെല്ലാം യൊമാട്ടി ക്ലബ്ബിലെ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിഫിക്കേഷൻ എന്താണെന്ന്, ആ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം കണ്ടന്റുകൾ യൊമാട്ടി ക്ലബ്ബിലേക്ക് കൊളാബ് ചെയ്താലും തീർച്ചയായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ വളർച്ച എത്തി തീർന്നത്, നിങ്ങൾക്ക് സ്വയം പറക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള റീച്ച് എത്തിയത്, ഇനി യൊമാട്ടി ക്ലബിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകാം, ഒരു വിഷയവുമല്ല. പക്ഷേ എപ്പോഴും ഞാൻ പറഞ്ഞു, പുതിയ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ചിറകുകൾക്ക് ശക്തി തരാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ചിറകുകൾക്ക് ശക്തി പകർന്നു കൊടുക്കാൻ വേണ്ടി. അവർക്ക് ഓൾറെഡി ചിറകുണ്ട്, ആ ചിറകുകൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൊമാട്ടി ക്ലബ്ബ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങളുടെ ശരീരത്തിന് മിന്നലടിക്കണോ, ആ മിന്നലുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിക്കൂ. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ യൊമാട്ടി ക്ലബ്ബിൽ വരൂ. എല്ലാവർക്കും സ്വാഗതം. മിന്നലുകളുമായി വീണ്ടും കാണാം.